ജനുവരി ഡിസംബർ മാസങ്ങളിൽ പാമ്പുകൾ ഇണ ചെയ്യുന്ന സമയമാണ് എന്നുള്ളൊരു പോസ്റ്റ് മിക്കവാറും കണ്ടിട്ടുണ്ടാവും പലരും. ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് അണലിയും മൂർഖനും മലമ്പാമ്പും തുടങ്ങിയ പാമ്പുകളെല്ലാം തന്നെ ഇണ ചേരുന്നത്. അപ്പോൾ ഒരു പെൺപാമ്പ് ഒരു സ്ഥലത്തുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിറമോൺ എന്നുള്ളതിനെ സെൻസ് ചെയ്തുകൊണ്ട് മറ്റു ആൺപാമ്പുകൾ അവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വരുന്ന റെസ്ക്യൂ കോളിൽ മിക്കവാറും ഒന്നിലധികം പാമ്പുകളുണ്ട് എന്നുള്ളൊരു കോൾ വരുന്നത്. ഒരു പെൺപാമ്പിനെ അതിൻ്റെ ഫിറമോണിൻ്റെ സെൻസ് ചെയ്തുകൊണ്ട് ആ പ്രദേശത്തേക്ക് ഇണചേരാൻ വേണ്ടി വരുന്ന ഒന്നിലധികം ആൺപാമ്പുകൾ ഉണ്ടാവും കൂട്ടമായിട്ട്. അങ്ങനെ കൂട്ടമായിട്ട് 3-4 പാമ്പുകൾ നമുക്ക് ഒരു സ്ഥലത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ അടുത്ത് തന്നെ മട്ടാഞ്ചേരിയിലൊരു ഗോഡൗണിൻ്റെ അകത്ത് നമ്മുടെ റെസ്ക്യൂർമാർ പോയ സമയത്ത് 8ഓളം മലമ്പാമ്പുകളാണ് ഒറ്റ സ്ഥലത്ത് നിന്ന് റെസ്ക്യൂ ചെയ്തത്. ഈ അടുത്തൊരു കനാലിൻ്റെ അടുത്ത് പോയപ്പോഴും അത് മലമ്പാമ്പിനെ തന്നെ 3ഓളം മലമ്പാമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. അതാണ് അണലികളെ ഇപ്പോൾ ജനുവരി ഡിസംബർ മാസം കൂടുതലായിട്ട് കാണാൻ സാധിക്കും എന്ന് പറയുന്നത്. അണലിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റ് പാമ്പുകളെല്ലാം തന്നെ മുട്ടയിട്ടിട്ട് അടയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുട്ട വയറിൻ്റെ അകത്ത് തന്നെ വിരിയിച്ച് കുഞ്ഞുങ്ങൾ പുറത്തിറക്കുകയാണ് അണലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടും വലുതായിരിക്കും. ജനിച്ച ഉടനെ അണലിപ്പാമ്പുകൾക്ക് എന്നല്ല ഏത് പാമ്പിനും വിഷമുണ്ടായിരിക്കും. കണ്ടാൽ വളരെ ഭംഗി തോന്നും, ചിലരൊക്കെ പോയി എടുത്ത് കടി വാങ്ങാറുണ്ട്. ഏതൊരു പാമ്പിനും വിഷമുണ്ട്, ജനിച്ച അന്ന് മുതൽ തന്നെ വിഷമുണ്ട്. ആരും പോയി അതിൻ്റെ അടുത്ത് പോയിട്ട് അപകടം വരുത്തി വെക്കാതിരിക്കുക. ഈ വീഡിയോയിൽ കാണുന്ന അണലി അത്യാവശ്യം വലുതാണ്. ഒരു വീടിൻ്റെ പുറകുവശത്ത് നിൽക്കുന്നത്, പട്ടിക്കൂടിനോട് ചേർത്ത് നിൽക്കുന്നത് ആ വീട്ടുകാരൻ കാണുകയും പട്ടിയുടെ ഒച്ച കേട്ടിട്ടാണ് ചെന്ന് നോക്കിയത്. ഇതിന് മുമ്പത്തെ ദിവസം ഇതുപോലത്തെ അണലി അവിടെ കണ്ടിരുന്നു പറഞ്ഞു. പക്ഷേ ഞങ്ങളെത്തുന്നതിന് മുമ്പേക്കും അത് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായി. ഇതിൻ്റെ കോൾ വരികയും ഞാനും കൃഷ്ണദാസും കൂടെ ചെന്നു ഇതിനെ റെസ്ക്യൂ ചെയ്തു. അഗ്രസീവ് ആയിരുന്നില്ല. സാധാരണ അണലികളെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാലുമ്പോൾ പിടിക്കുമ്പോൾ തന്നെ അവരുടെ സകല കഴിവ് കൊടുത്ത് ചീറ്റുകയും ചാടുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് അഗ്രസീവ് ആയിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച പിടിച്ച അണലിയാണെങ്കിൽ തന്നെ ജസ്റ്റ് ബാഗ് വെച്ച് നമ്മുടെ സാന്നിധ്യം കണ്ടപ്പോൾ തന്നെ ചീറ്റൽ തുടങ്ങിയിരുന്നു. പക്ഷേ ഇതങ്ങനെയൊന്നും ഉണ്ടായില്ല. ആൾക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ പാമ്പിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർപ്പ വോളണ്ടിയർമാരുടെ സേവനം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒരിക്കൽ പോലും പാമ്പിൻ്റെ അടുത്ത് സാഹസികതയ്ക്ക് നിൽക്കരുത്. വളരെ അപകടമാണ്. പിന്നെയുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ചില അണലികളൊക്കെ ഭയങ്കര വണ്ണം ഉണ്ടാവും, നല്ല വലിപ്പം ഉണ്ടാവും. മലമ്പാമ്പാണെന്ന് കരുതി പിടിച്ചിട്ട് അപകടം ഉണ്ടാവും. ഒരുപാട് കേസുകളുണ്ട്. ഇവർക്ക് അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊന്നും അറിയില്ല. പെട്ടെന്ന് അതിനെക്കുറിച്ചുള്ള ഐഡിയ ഇല്ലാത്ത ആൾക്കാർ, ചില ആളുകൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, ഇതിനെ എടുക്കുകയും ചില സ്ഥലത്ത് അത് ആ നേരത്ത് കടിക്കുകയില്ല. പക്ഷേ ഒരു കടി കിട്ടിയാൽ നമുക്ക് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും അത് മലമ്പാമ്പാണെങ്കിലും ശരി അണലിയാണെങ്കിലും ശരി ഒരു കാരണവശാലും അതിൻ്റെ അടുത്തോട്ട് പോകരുത്. കഴിവതും കൃത്യമായ അകലം പാലിക്കുക. അണലികളെയും ഏത് പാമ്പിനെ കണ്ടാലും നിങ്ങൾക്ക് സർപ്പ വോളണ്ടിയർമാരുടെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്.